ഹായ് ഹലോ ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദൻ അന്ന് രാത്രി ഗംഗയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ രാത്രി അരവിന്ദൻ അറ്റാക്ക് മൂലം മരിച്ചതാണെന്ന് എല്ലാവരും കരുതുന്നത്. എന്നാൽ അച്ഛൻ്റെ മരണകാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല. അരിബന്ധം സത്യത്തിൽ മരിച്ചതല്ല, അരവിന്ദനെ കൊന്നതാണ്. അരവിന്ദൻ്റെ കൊലയാളികളെയും അരവിന്ദിന് എന്താണ് സംഭവിച്ചെന്നും രേവതിയും വീട്ടുകാരും എല്ലാവരും തിരിച്ചറിയുന്ന ആ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ നരൻ്റെ അച്ഛൻ്റെ സ്വത്താണ് അരവിന്ദ് വാങ്ങിയിരുന്നത്. അത് അരവിന്ദനെ ചതിയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ജയബാലൻ സ്വന്തമാക്കിയത്. സത്യത്തിൽ ആ ഒരു സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമ നരൻ്റെ മുത്തശ്ശനാണ്. അയാളുടെ കയ്യിൽ ആ മുത്തശ്ശൻ്റെ കയ്യിൽ അരവിന്ദൻ അഡ്വാൻസ് കൊടുത്തതാണ്. ശിവനെന്ന അയാളുടെ മരുമകനും ജയബാലനും കൂടെ ഒത്തുകളിച്ചാണ് പിന്നീട് ആ സ്ഥലം അരവിന്ദൻ്റെ കാശുകൊണ്ട് ജയബാലൻ്റെ സ്വന്തം പേരിലേക്കാക്കിയത്. ഈ വിവരങ്ങളെല്ലാം നരൻ്റെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട് വിക്രമൻ സാർ. നരൻ അങ്ങനെ ശിവനെ മുത്തശ്ശനെ ഉപദ്രവിക്കുന്നതും മരണത്തിന് വിട്ടുകൊടുക്കുന്നെല്ലാം കണ്ടുകൊണ്ട് വന്ന് അയാൾ കണക്ക് തീർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിക്രം എല്ലാം സത്യവും നരനെന്ന തൻ്റെ കൊച്ചുമകനോട് തുറന്ന് പറയാണ്. മോനെ, എനിക്ക് സ്ഥലം 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ യഥാർത്ഥ അവകാശി അരവിന്ദൻ എന്ന പാവ മനുഷ്യനാണ്. അയാൾ മരണപ്പെട്ടു. അയാളുടെ 4 പെൺമക്കളും ഭാര്യയും ഇപ്പോൾ അനാഥരെ പോലെയാണ് ജീവിക്കുന്നത്. അത് അയാളുടെ സ്ഥലമാണ്. അയാൾ എനിക്ക് അഡ്വാൻസ് തന്നതാ. ബാക്കി തുകയും അയാൾ തന്നിട്ടുണ്ടാവും. ശിവൻ്റെയും ജയപാലിൻ്റെയും കളിക്കൊണ്ട് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മോൻ അവരെ കണ്ടെത്തണം. എന്നിട്ട് അവരെ യഥാർത്ഥ അവകാശികൾക്ക് ആ സ്ഥലം കൊടുക്കണം. അപ്പോൾ മുത്തശ്ശ, ആ സ്ഥലം ഇപ്പോൾ ജയപാൽ എന്ന ആളുടെ പേരിലായി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അതെ, ചതിയാണ് അവിടെ നടന്നത്. എന്തൊക്കെയായാലും അത് അവരുടെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കുക തന്നെ ചെയ്യണം. അങ്ങനെ മുത്തശ്ശന് നരം വാക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് ആ സ്ഥലം ഞാൻ കൊടുക്കും എന്ന് മുത്തശ്ശൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. അതിനുശേഷം കാവേരിയാണ് കാണിക്കുന്നത്. കാവേരിയാണെങ്കിലോ തൻ്റെ അച്ഛൻ വാങ്ങിയെന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണറെ തപ്പി നടക്കാണ്. തൻ്റെ അച്ഛന് പറഞ്ഞതാണ് ഇത് നമ്മുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് തങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തെല്ലാം കാവേരിക്കറിയാം. അങ്ങനെ കാവേരിയോട് നിവിൻ പറയുന്നുണ്ട്, ഈ സ്ഥലത്തിൻ്റെ ഓണർ ആരാണെങ്കിലും ഞാൻ കണ്ടെത്തി തരും എല്ലാം. നിവിൻ ആ സമയത്ത് നിവിനോട് എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നൊക്കെ കാവേരി ചോദിക്കുന്ന സമയത്ത് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും നീ ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണറെ കണ്ടെത്തി തന്നാൽ നീ എന്നോട് എൻ്റെ പ്രണയം നീ അംഗീകരിക്കുമോ, എന്നോട് ഇഷ്ടമാണെന്ന് പറയോ എന്നും നിവിൻ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും കാവേരി സമ്മതിക്കാട്ടോ. തൻ്റെ അച്ഛന് അധ്വാനിച്ചുണ്ടാക്കിയ ആ സ്ഥലം അങ്ങനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കാവേരി തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കാവേരി ഉറങ്ങുന്ന സമയത്ത് അച്ഛനെ സ്വപ്നം കാണാണ്. പെട്ടെന്ന് അവൾ നെട്ടി ഉണരുന്ന സമയത്ത് പുറത്താരോ നിൽക്കുക. അത് തൻ്റെ അച്ഛനാണെന്ന് കരുതി അവൾ മെല്ലെ വാതിൽ തുറന്ന് ഇറങ്ങുന്നുണ്ട്. അവളുടെ അച്ഛൻ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ കാവേരിക്ക് തോന്നാട്ടോ. പതിയെ അവൾ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് അരവിന്ദ് തിരിഞ്ഞു നിൽക്കുക. മോളെ എന്ന് വിളിക്കണം. അച്ഛൻ ഇത് എവിടെയായിരുന്നു ഇത്രയും നാൾ? മോളെ, ഞാൻ നിങ്ങളെ വിട്ടു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അവരെന്നെ പറഞ്ഞയച്ചതാണ്. എൻ്റെ പെൺമക്കളെ അനാഥയാക്കിയിട്ട് എൻ്റെ ഭാര്യയെ എനിക്ക് വിട്ടിട്ട് എനിക്കൊരിക്കലും പോവാൻ കഴിയില്ല എന്ന് അരവിന്ദൻ പറയാട്ടോ. പെട്ടെന്ന് വീണ്ടും അരവിന്ദ് അവിടുന്ന് മാഞ്ഞു പോവാണ്. ആ സമയം കാവേരി അച്ഛ എന്ന് വിളിച്ച് അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോഴാണ് വിനീതിൻ്റെ റൂമിൽ നിന്ന് എണീറ്റ് ഗംഗ വെള്ളം എടുക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് കതക് തുറന്നിരിക്കുന്നത് കാണുന്നത്. ആരപ്പോൾ കതക് തുറന്നിരിക്കുന്നത് എന്നറിയാനായിട്ട് ഗംഗ പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കരയുന്ന കാവേരി കണ്ട. മോളെ, എന്താ നീ ഇവിടെ, എന്തിനാ നീ കരയുന്ന? അച്ഛൻ എന്ന് പറഞ്ഞ് ആ വഴിയരികിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്. അച്ഛനോ? നിനക്കെന്താ വട്ടുണ്ടോ? ശരിക്കും ഗംഗേച്ചി, ഞാൻ കണ്ടതാ. അച്ഛന് നമ്മളെ വിട്ടു പോകാൻ തീരെ താല്പര്യമില്ല. പക്ഷേ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മോളെ, നീ സ്വപ്നം കണ്ടതായിരിക്കും. അല്ല ഗംഗേച്ചി, അങ്ങനെ ആരെന്ത് പറഞ്ഞിട്ടും കാവേരിക്ക് അത് മനസ്സിലാവുന്നില്ല കേട്ടോ. കാവേരി പറഞ്ഞത് അവർക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ കാവേരി പിറ്റേ ദിവസം ഉണരുമ്പോൾ കാവേരിക്ക് നല്ല പണിയുണ്ട്. അവളുടെ അമ്മ അടുത്ത് വരുന്നുണ്ട്. മോളെ, നിനക്കിത് എന്താ പറ്റിയത്? അന്നേരത്ത് ഗംഗ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. കാവേരി അച്ഛന് കാര്യം പറഞ്ഞുകൊണ്ടാണ്. ശരിക്കും അമ്മേ, അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നു. നീ ഓരോന്നോർത്ത് ടെൻഷനായിട്ടാ. എന്തിനാ മോളെ നീ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നത്? ഇല്ല, അച്ഛൻ എന്താ പറ്റിയതെന്ന് അറിയാതെ എനിക്കിനി ഉറക്കമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. നിനക്കിപ്പോൾ നല്ല പനിയുണ്ട്. എന്തായാലും നീ ഇവിടെ
അവിടെ കിടക്ക്, ഞാൻ ചുക്കുകാപ്പി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ അവൾക്ക് മരുന്നും തലയിലെല്ലാം തോർത്തൊക്കെ നനച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാവേരിക്ക് കിടുകിട പനിയായിരിക്കും. വൈകുന്നേരം ആയപ്പോഴേക്കും കാവേരിക്ക് ഏറെക്കുറെ പനി ഭേദമായി തുടങ്ങാണ്. 2 ദിവസം കാവേരി നന്നായി പനിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അവളാണെങ്കിലോ അച്ഛൻ്റെ പഴയ പെട്ടികളും ബോക്സുകളെല്ലാം എടുത്ത് നോക്കാൻ തുടങ്ങി. അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കാവേരിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ഡയറിയിൽ കുറച്ച് കണക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തേൽപ്പിച്ച ആ കണക്കുകളല്ലാതെ മറ്റൊന്നും കാവേരിക്ക് കാണാൻ ഇടയാവില്ല കേട്ടോ. ആ സമയത്താണ് അവൾ നീള എപ്പോഴും വീഡിയോ എടുത്ത് നടന്നിരുന്ന ആ ഒരു ഫോണ് കയ്യിൽ പെടുന്നത്. നീള കല്യാണ ദിവസം പോലും അതിൽ യൂട്യൂബിലേക്ക് ഇടാനെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് അത് താഴെ വീണ് ഡിസ്പ്ലേ പോയി കിടക്കാട്ടോ. അതിൻ്റെ ഓർമ്മ വരാട്ടോ, ഇത് ഏത് സമയം അവളിങ്ങനെ ഫോണ് എടുത്ത് നോക്കുന്ന ആളാണല്ലോ, ഇതിൻ്റെ ഡിസ്പ്ലേ ഇട്ട ഇത് ഓണാവും. അങ്ങനെ അവൾ ചാർജ് കുത്തുന്നുണ്ടെങ്കിലും ചാർജ് കയറുന്നുണ്ടെങ്കിലും അത് ഡിസ്പ്ലേ ഓണാവുന്നില്ല. അങ്ങനെ ആ ഒരു ഫോണുമായിട്ട് കാവേരി ടൗണിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ മാറണമെന്ന് പറയും. എന്തായാലും ഡിസ്പ്ലേ മാറാൻ ഒരു 2500 രൂപയാവും. അത് സാരമില്ല, എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റി കിട്ടണം. അങ്ങനെ കാവേരി ആ ഒരു ഫോൺ ഡിസ്പ്ലേ എല്ലാം മാറി കാവേരിയുടെ കയ്യിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ ആ ഫോൺ ഓൺ ചെയ്യാണ്. താൻ എന്തിനാണ് ഈ ഫോണ് ഇത്രയും ധൃതി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് ഇത് ഓൺ ചെയ്യുന്നത്? നീള എപ്പോഴും ഇതിൽ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു. അന്ന് വിവാഹ നിശ്ചയത്തിൻ്റെ തലേ ദിവസവും നീള ഓടി നടന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നു. അതിൽ അച്ഛൻ്റെ ദൃശ്യം എങ്ങാനും പതിഞ്ഞിട്ടുണ്ടോ? അച്ഛനെ കാണാനും അച്ഛനോട് സംസാരിക്കുന്ന വീഡിയോ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് കാവേരി അത് ഓൺ ചെയ്തെങ്കിലും അവളുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും തീർക്കുന്ന രീതിയിലുള്ള എല്ലാ വീഡിയോസും ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാവേരി അതിലെ ചിത്രങ്ങളും അച്ഛന് നിളയും അതുപോലെ എല്ലാവരും ഒരുമിച്ചുള്ള ആ ഒരു ചിത്രങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കാതിരിക്കും. അച്ഛൻ്റെ ഇതുപോലെയുള്ള ഫോട്ടോകളും അച്ഛൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സന്തോഷത്തുള്ള ഒരു ജീവിതം, പക്ഷേ വിധി മറ്റൊന്നായിരുന്നല്ലോ എന്നെല്ലാം ഓർത്തുകൊണ്ട് കാവേരി ആ ഫോട്ടോയിലേക്ക് തന്നെ മാറി മാറി നോക്കണം. ആ സമയം നിലക്കുട്ടി എടുത്തു വെച്ച ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. അച്ഛൻ വന്നിറങ്ങുന്ന ആദ്യ ദിവസവും ഗൾഫിൽ നിന്ന് വരുന്ന ആ സമയത്തുള്ള വീഡിയോ അതെല്ലാം കണ്ട് ആസ്വദിച്ച് അച്ഛൻ തൻ്റെ കൂടെയുള്ള പോലെ തോന്നുക. അന്നേരത്ത് അവളുടെ റൂമിനുള്ളിൽ അവളെ തന്നെ നോക്കി അരവിന്ദ് നിൽക്കുന്നുണ്ടായിരുന്നുണ്ടോ. അങ്ങനെ ഒരു ആത്മാവ് വന്ന് നിൽക്കുന്ന പോലെ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അങ്ങനെ അവർ അടുത്തേക്ക് വന്നു, മോളെ അതിലുണ്ട് എല്ലാം, നിളമോള് അന്ന് ചെയ്തു വെച്ചത് എത്ര നന്നായിരുന്നു. അങ്ങനെ നിളയാണെങ്കിലോ ഈ ഒരു വീഡിയോ എടുക്കുന്നൊക്കെ സമയത്ത് പെട്ടെന്ന് തന്നെ കാവേരിയുടെ കഴിഞ്ഞ് മറ്റൊരു വീഡിയോ തെളിയാണ് കേട്ടോ. ഒരു മണിക്കൂർ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ. ഇത്രയും മണിക്കൂർ സമയം അവൾ എങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത്? ഫോണിൽ ചാർജ് തീർന്നില്ലേ? എന്തായാലും അച്ഛനും ഇതിലും ഉണ്ടാവുമല്ലോ. അത് അച്ഛനുള്ള ആ ഒരു സീന് കാണാൻ കൊതിയാവുന്നു. അച്ഛനില്ലാത്ത നിമിഷങ്ങൾ പോലും അത്രയും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ എത്ര സന്തോഷകരമാണ് എന്നെല്ലാം ഓർത്തുകൊണ്ട് കാവേരി അത് പ്ലേ ചെയ്യുന്നുണ്ട്. അന്നേരത്തെ ആ ഒരു പ്ലേ ചെയ്യുമ്പോൾ അവളും എല്ലാവരും മെഹന്തി ഇടുന്നതും നീലക്കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ യൂട്യൂബിലേക്ക് ഇടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ ആയിരിക്കും ആ വീഡിയോയിൽ. അവളത് സ്കിപ്പ് ചെയ്ത് പോവാണ്. അങ്ങനെ വിനീതേട്ടനുമായിട്ട് അരവിന്ദൻ എന്ന അവളുടെ അച്ഛൻ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ അച്ഛൻ അകത്തേക്ക് വരുന്നേ ആ സമയത്ത് നീള ആ ഒരു ഫോണിൽ വെച്ച് ഒരു പോസ്റ്റിങ്ങിലായിട്ട് വീടിൻ്റെ എല്ലാ രീതിയിലും ഉൾപ്പെടുന്ന രീതിയിൽ അവൾ ആ ഫോൺ സെറ്റ് ചെയ്യുന്ന സമയത്താണ് സുജാത അവളുടെ അമ്മ വന്നിട്ട് വിളിക്കുന്നുണ്ട്. മോളെ, നിനക്ക് ഇതുവരെ ഉറങ്ങാനായില്ലേ? സമയം എത്രയെന്ന് നീ കരുതിയത്? അമ്മ ഇതാ വരാം, നിൻ്റെ ഒരു ഫോണുണ്ടല്ലോ അത് തല്ലി പൊട്ടിക്കും ഞാൻ. അമ്മ ഇങ്ങോട്ട് വന്നാൽ മതി, ഇതെനിക്ക് അച്ഛൻ നൽകിയതാ, ഇതേ നല്ല ക്ലാരിറ്റി ഉണ്ട്, ഇതേ നോക്കിക്കേ അമ്മേ, നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. അങ്ങനെ നീള അമ്മ വഴക്ക് പറഞ്ഞ സമയത്ത് ആ ഫോൺ അവിടെ വെച്ചിട്ട് പോവാൻ കേട്ടോ. അങ്ങനെ ആ ഒരു ഫോണിൽ എല്ലാം വീഡിയോ റെക്കോർഡാവുന്നുണ്ട്. പിന്നെ ഒന്നും കാണില്ല, കുറച്ച് ഇരുട്ട് ഭാഗം മാത്രം കേട്ടോ. വീടിൻ്റെ എല്ലാവരും ഉറങ്ങിക്കഴിയുന്ന കാര്യം കാവേരിക്ക് മനസ്സിലാവുന്നുണ്ട്. കാവേരി നെഞ്ചെടുപ്പോടുകൂടെ അതിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ അരവിന്ദ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണാം. അച്ഛൻ എന്തിനാ ഈ സമയത്ത് പുറത്തിറങ്ങിയത്? അങ്ങനെ അരവിന്ദ് പുറത്തിറങ്ങിയതും പിന്നീട് 2-3 പേര് അരവിന്ദിൻ്റെ പുറകിലായിട്ട് റൂമിലേക്ക് കയറി വാതിലടക്കുന്നു കാണട്ടോ. അവരാരായിരിക്കും? അങ്ങനെ ആ സമയം വീണ്ടും നെഞ്ചിടിപ്പോടെ രേവതി അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കാവേരി.
അങ്ങനെ അതിനുള്ളിലെ റൂമിനുള്ളിലെ ദൃശ്യങ്ങളൊന്നും വ്യക്തമാവുന്നില്ല. എങ്കിലും അദൃശ്യമായിട്ട് അവിടെ എന്തൊക്കെയോ റൂമിൽ കതക് അടച്ചുകൊണ്ട് തന്നെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിലൊന്ന് 2-3 പേർ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നത് ജയബാലനും അതുപോലെ ആ ശിവനും മറ്റൊരാളും കൂടെയാണ് കേട്ടോ. എന്തായാലും ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ലല്ലോ. സ്വകാര്യം പോലെ അവർ പറയുന്നുണ്ട്. ഈ ഫോണിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഒരു സംസാരം വ്യക്തമായിട്ട് കാവേരിക്ക് കേൾക്കാമായിരുന്നു. ഇല്ല, ആർക്കും ഒരു സംശയം ഉണ്ടാവത്തില്ല. അറ്റാക്ക് വന്നിട്ട് മരിച്ചെന്നേ എല്ലാവരും പറയൂ. എടാ, അയാളുടെ കാര്യത്തിൽ മുണ്ട് മുറുക്കിയ പാടൊന്നും ഇല്ലല്ലോ. ഏയ്, ഒരിക്കലുമില്ല. നമ്മൾ മുണ്ട് മുറുക്കിയതിന് മുമ്പേ തലയുടെ മുഖത്ത് വെച്ച് അമർത്തിയല്ലോ. അങ്ങനെയാ ശ്വാസം കിട്ടാതെ മരിച്ചത്. എന്തായാലും കൊന്നതിൻ്റെ ഒരു തെളിവും അവിടെ അവശേഷിക്കുന്നില്ല. അങ്ങനെ വേണം. അവൻക്ക് ആ 5 ഏക്കർ ഭൂമി വേണം പോലും. അവനെന്നെ ചതിയനായി കണക്കൂട്ടി. അവൻ്റെ ആയുസ് അതോടെ തീർന്നു. എന്നാലും ശിവനപ്പ ജയബാലയോട് പറയുന്നുണ്ട്, ഇത്രയും കാലം കൂടെ നടന്ന നിന്നവരാരെങ്കിലും സംശയിക്കൂ? എവിടെ? ഞാൻ അവൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ. നാളെ അവൻ്റെ മരണവിവരം അറിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരു നാടകം കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നുണ്ട്. കുറേ സമയം പിന്നീട് ഒരു ഫോണിന് കുറച്ച് സമയം കഴിഞ്ഞ് ചാർജ് കഴിഞ്ഞ് ഓഫ് ആവുന്ന തോണ് ആ വീഡിയോയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിറ്റത്തെ കാര്യങ്ങളൊക്കെ കാവേരിക്ക് അറിയാലോ. വിവാഹ നിശ്ചയത്തിന് അച്ഛനെ വിളിക്കാൻ പോയ നിള കാണുന്നത് മരച്ചു കിടക്കുന്ന അച്ഛനെയാണ്. അങ്ങനെ എല്ലാവർക്കും അച്ഛൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും തോന്നുന്നില്ല. ആ സമയം കാവേരിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവാണ്. തൻ്റെ അച്ഛനെ കൊന്നതാണ്. ആ 5 ഏക്കർ ഭൂമി സ്വന്തമാക്കിയ ജയബാലൻ തന്നെ തൻ്റെ അച്ഛൻ്റെ പണവും ഇത്രയും കാലത്തെ അധ്വാനവും ഒക്കെ തന്നെ കൈക്കലാക്കിയ ജയബാലനെ തന്നെയാണ് അച്ഛനെ കൊന്നത്. ആത്മാർത്ഥ സുഹൃത്താണെന്ന് നടിച്ചോട് തന്നെ ജയബാലൻ തൻ്റെ അച്ഛനെ കൊല്ലുകയായിരുന്നു. ഇതറിഞ്ഞ കാവേരിയുടെ കണ്ണിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകിയില്ല. അയാളെ ഇനി ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഈ വീഡിയോ തന്നെ അതിൽ ധാരാളം. ഈ തെളിവ് മാത്രം മതി. പിറ്റേന്ന് രേവതിയാണെങ്കിലോ നേരത്തെ എണീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? നീ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത്? അപ്പോഴൊന്നും രേവതി ഒരക്ഷരം മിണ്ടുന്നില്ല. ചില കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അവനെ ഞാൻ വെറുതെ വിടില്ല. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? അമ്മേ, അച്ഛനെ അറ്റാക്ക് വന്ന് മരിച്ചതല്ല, അച്ഛനെ കൊന്നതാ. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, ജയപാൽ എന്ന ചതിയൻ, അയാളുടെ ഒരു കൂട്ടുകാരനുണ്ട് ശിവൻ. അയാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരെ എല്ലാവരെയും ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരും. എൻ്റെ കൈക്കൊണ്ടായിരിക്കും അവൻ്റെ മരണം. അങ്ങനെ കാവേരി നേരെ പോകുന്നത് നിവിൻ്റെ അടുത്തേക്കാണ്. നിവിൻ്റെ അടുത്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാവേരി, തൽക്കാലം ഇത് ആരോടും അറിയിക്കേണ്ട. ഇല്ല, അവൻ്റെ ചെകിടടക്കി ഒന്ന് കൊടുക്കണം. കാവേരി, നീ ഇതടങ്ങ്. ഈ സത്യം നീ മനസ്സിലാക്കിയെന്നറിഞ്ഞാൽ പിന്നെ ജയപാലനെങ്കിൽ അടങ്ങിയിരിക്കില്ല. അയാൾ ആ കുടുംബം തന്നെ ഇല്ലാതാക്കും. അയാൾ ഇങ്ങോട്ട് വരട്ടെ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ല, 4 പെൺമങ്ങളെ ഉള്ളൂ. അവർക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആണിൻ്റെ കൈക്കരുത്തൊന്നും ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ എന്നും അവിടെ എല്ലാവർക്കും കാവൽ നിൽക്കാൻ വേണ്ടി പറ്റുമോ? നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അയാൾ എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ കാവേരിയെ ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കാണ് നിവിൻ. അതിനുശേഷം കാവേരി സ്കൂട്ടിയിൽ വരുന്ന സമയത്ത് ജയ്പാലിൻ്റെ ആ വണ്ടിയുടെ മുമ്പിൽ നിൽക്കാൻ കേട്ടോ. ജയപാലൻ ഇറങ്ങി വന്ന് അവളെ പരിഹസിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരെ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. എന്താ കരുതിയത്? ഞാൻ വെറുതെ പറയാന്നോ? ഈ കാവേരി ഒന്നും മനസ്സിലാക്കില്ലെന്നോ? എൻ്റെ അച്ഛൻ്റെ പേരുള്ള സ്വത്ത് തട്ടിയെടുത്തപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം താനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അന്ന് രാത്രി നീയും നിൻ്റെ കൂട്ടുകാരും ചേർന്ന് എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? എന്തിനാ എൻ്റെ അച്ഛൻ്റെ റൂമിൽ കയറി വധകടച്ചത്? അച്ഛന് അറ്റാക്കാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അച്ഛൻ മരിച്ചെന്ന് കരുതിക്കൊണ്ട് നീയൊക്കെ വലിയ നാടകമാടിയല്ലോ. അങ്ങനെ തുറന്നു ചോദിച്ചും ജയപാലൻ കണ്ണു വീശി നിൽക്കുക. ഇത്രയും വിവരം ഇവൾക്ക് എവിടെ കിട്ടി? ആരും അറിയാത്ത രഹസ്യം ഇവൾ എങ്ങനെ കണ്ടെത്തി? നീ എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് വിരൽ ചൂടുമ്പോൾ നിന്റെ വിരൽ ഞാൻ ഒടിച്ചെടുക്കും. നിയമത്തിൻ്റെ മുമ്പിൽ നിന്നെ ഞാൻ കൊണ്ടുവരും. എനിക്ക് ഒറ്റ കുതിപ്പിൽ നിന്നെ തീർക്കാനേ ഉള്ളൂ. ഞാനൊരു പെണ്ണാണെന്ന് കരുതി നീ അങ്ങനെ പരിഹസിക്കണ്ട. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? നിന്റെ അച്ഛനെ കൊന്നത് ഞാൻ തന്നെയാണ്. എന്താ നിനക്കിനെ എന്നെ കൊല്ലണോ? കൊല്ലടി എന്ന് പറഞ്ഞ് നെഞ്ചി വെച്ച് നിൽക്കുന്ന സമയത്ത് കാവേരിക്ക് ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്നൊരു കല്ലെടുത്തുകൊണ്ട് ജയപാലൻ തലക്ക് ഒറ്റ അടിയായിരുന്നു. രക്തം ആകെ തല പൊട്ടി രക്തം ഒഴുകുന്നുണ്ട്. എന്ന് പറഞ്ഞ് അയാൾ ഒരു തലയിൽ പിടിച്ചോണ്ട് തന്നെ തല പൊത്തിപ്പിടിച്ച് നിൽക്കുക. കാവേരി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ ജയപാലിനാണെങ്കിൽ ദേഷ്യം വരുന്നത്. ജയപാലിൻ്റെ തല അത്രയും മുറിവുകൊണ്ടുകൊണ്ട് തന്നെ നല്ല രക്തം പൊട്ടി രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ജയപാലിന് ഒരു വിധത്തിൽ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയി കെട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊരു പെണ്ണ് വഴി തനിക്ക് സംഭവിച്ചാണെന്ന് പറയാൻ ജയപാലിന് നാണക്കേട് കൊണ്ട് തന്നെ തനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ കാവേരിയുടെ ആ ഉള്ളിൽ
കാവിലുള്ള ആ ദേഷ്യമൊക്കെ ജയ്പാലിൻ്റെ ഉള്ളിൽ വാശിയും ദേഷ്യവും പകയും അടങ്ങാൻ നിൽക്കുക കാവേരി. അതിലപ്പുറം തന്നെ ജയ്പാലിനെ തൻ്റെ കൈക്കൊണ്ട് തീർക്കണം എന്ന് തന്നെ ഉദ്ദേശത്തോടെ നടക്കണം. നിവിൻ പറഞ്ഞതൊന്നും അവളുടെ ചെവിയിൽ കയറിയിട്ടുണ്ടാവില്ല. ആരൊക്കെ എന്തേ പറഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയെ ഈ പൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ തന്നെയാണ് കാവേരിയുടെ ശ്രമം. എന്നാൽ നരൻ മുത്തശ്ശനോട് പറഞ്ഞുകൊണ്ട് തന്നെ നരൻ അവരുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അതോടുകൂടെ നരൻ്റെ മുത്തശ്ശൻ്റെ സ്ഥലമാണ് അതൊന്നും യഥാർത്ഥ അവകാശി അരവിന്ദനാണെന്ന സത്യവും അവരെ വന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ നരൻ. അതോടുകൂടെ ആ ഒരു സ്ഥലത്തിൻ്റെ വീണ്ടും ജയ്പാലിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം വാങ്ങുകയാണ് നരൻ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. നരനും അറിയാലോ ഇതിൻ്റെ യഥാർത്ഥ അവകാശം അരവിന്ദനാണെന്ന്. അങ്ങനെ ശിവനും ജയ്പാലിനോട് പറയേണ്ടി വരാണ്. അരവിന്ദൻ്റെ കാശുകൊണ്ട് വാങ്ങിയത് മുതൽ ജയ്പാലിന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു സീനൊക്കെ പിന്നീട് കേട്ടോ. അതോടുകൂടെ വട്ടപ്പൂജയായി മാറാൻ ജയ്പാലിൻ്റെ കള്ളക്കളികളെല്ലാം പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. പകയടങ്ങാതെ ജയ്പാലൻ ആ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നിവിനും വിനീതും ഉള്ളിടത്തോളം കാലം അവരെ ഒന്നുപോൽ തൊടാൻ പോലും കഴിയില്ല. ആ വീട്ടിൽ നിന്ന് വിനീതിനെ മാറ്റണം. അതിനുവേണ്ടി വിനീതിനെ അവർ കൊല്ലാൻ തന്നെ തീരുമാനിക്കാണ്. വിനീത് കടയടച്ച് വരുന്ന സമയത്ത് വിനീത് ഒരു ആക്സിഡൻറ്റ് പെടുന്നുണ്ട്. ആ വിനീത് താഴെ കൊക്കയിലേക്ക് വീഴാട്ടോ. എന്നാൽ നവീൻ അവനെ രക്ഷിച്ച് അവനക്ക് വേണ്ടിയുള്ള പരിചരകളെല്ലാം നൽകി അവനെ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ വിനീത് മരിച്ചെന്ന് കരുതിക്കൊണ്ട് ഗംഗ വളരെ സങ്കടത്തോടു കൂടെ അവൻ്റെ വിധവയായിട്ട് അവൻ്റെ ഓർമ്മയിൽ ജീവിക്കുമ്പോഴാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ വിനീത് തിരികെ വരുന്ന സീനും ഇതിൽ ഉൾപ്പെടുട്ടോ. നല്ലൊരു അടിപൊളി നല്ലൊരു സീനോടെ കൂടെയാട്ടോ ഇനി ഈ പുഴയും നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു സീനൊക്കെ ആട്ടോ ഇനി ഈ പുഴയും കണ്ട സീരിയലിൽ വരാൻ പോകുന്നത്.